വരുന്ന ഷീൻ ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ കൂടിയായ ട്രെൻഡ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗവും കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട റാഫി വയനാടും നമ്മളോടൊപ്പമുണ്ട്. രണ്ടുപേരെയും സിവിൽ സർവീസ് പ്രതീക്ഷകളും കടമ്പകളും എന്ന ഈ ഒരു ടോപ്പിക്കിനെ ലീഡ് ചെയ്യുന്നതിനായി പ്രിയപ്പെട്ട ഷാഹിദ് തിരുവള്ളൂർ IAS-നെയും അതോടൊപ്പം സെഷൻ ലീഡ് ചെയ്യുന്നതിനായി പ്രിയപ്പെട്ട റാഫി വയനാടിനെയും ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഷാഹിദ് തിരുവള്ളൂർ IAS and Rafi Wayanad. Civil service, പ്രതീക്ഷകളും കടമ്പകളും. It will be a discussion on this topic. The discussion will be led by Shahid Tiruvallur IAS and Rafi Wayanad. Please, sir. Assalamu alaikum wa rahmatullah. Good afternoon everyone. വളരെ ഗഹനമായ ഒരുപാട് ആളുകളുടെ സ്വപ്നമായ എന്നാൽ എത്തിപ്പിടിക്കാൻ വലിയ കടമ്പകൾ കടക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഈ ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ ജനറലായിട്ട് ഒരു ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് നൽകാൻ എളുപ്പമാണ്. പക്ഷേ സിവിൽ സർവീസ് എന്ന ആ വലിയ കടമ്പ കടന്ന് ഒരുപാട് വർഷം പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗസ്റ്റിനെ നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. ഒരാളൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചു പഠിച്ച് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സിവിൽ സർവീസിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് ധാരണ നൽകാൻ നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഷാഹിദ് സാറാണ്. ഷാഹിദ് സാറ് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ്. റീസെൻ്റ്ലി ഇങ്ങോട്ട് വന്നു, ഉടനെ തന്നെ തിരിച്ചു പോകുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് കിട്ടിയ ഒരു അതിഥി കൂടിയാണ്. ഒരുപാട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള സെഷനുകൾ നൽകി ശരിക്കും എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ അറിയുന്ന ഒരാളെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം നിറഞ്ഞു കവിഞ്ഞ അല്ലെങ്കിൽ നിറയെ ആളുകളുള്ള ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്. നിങ്ങളിത് ഈ ഒരു പ്രോഗ്രാം തുടങ്ങി കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നതിനിടയ്ക്ക് നിങ്ങളുടെ മനസ്സുകളിലൂടെ ഒരു സ്പാർക്ക് കടന്നു പോകും. ഇതിൻ്റെ അവസരങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ ലഘൂകരിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒക്കെ കേൾക്കുമ്പോഴും ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഇതിൻ്റെ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷയിലാണ്. ഏതായാലും സാറിനെ പ്രത്യേകിച്ച് വെൽക്കം ചെയ്യുകയാണ്. ആദ്യമേ അഡ്വാൻസ് ആയിട്ട് നന്ദി കൂടെ പറഞ്ഞുകൊണ്ട് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം സാറ് ജസ്റ്റ് ഇതിനെക്കുറിച്ച് സാറിന് തോന്നുന്ന ചില ഇൻട്രൊഡക്ഷൻസ് സാറ് പറയും. അതിനെ തുടർന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ സാറിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. വെൽക്കം സർ. താങ്ക് യു. ട്രെൻഡ് സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ ഫെസ്റ്റ് എന്ന പരിപാടി വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ്. സാധാരണയായി ട്രെൻഡ് ചെയ്ത് പോരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കുതറിമാറി പുതിയൊരു ആകാശത്തിലേക്കും പുതിയൊരു വൈവിധ്യവൽക്കരണത്തിലേക്കും ഒക്കെ നീങ്ങുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് വിദ്യാർത്ഥിനികൾ ഇവിടെ വന്നിരിക്കുന്നത് കാണുന്നതൊക്കെയും വളരെ സന്തോഷമുള്ള കാര്യമാണ്. സിവിൽ സർവീസിനെ കുറിച്ച് സാറ് പറഞ്ഞതുപോലെ ഒരുപാട് കാലം സംസാരിച്ച ഒരു വിഷയമാണ്. എന്നാലും സിവിൽ സർവീസ് ഒരു ഭരണ പ്രാതിനിധ്യം എന്നുള്ള നിലക്കും ഉദ്യോഗസ്ഥ പ്രാതിനിധ്യത്തിൽ നമ്മളിപ്പോഴും പിന്നോക്കത്തിലാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടും സിവിൽ സർവീസിന് എപ്പോഴും അതിൻ്റെ ഒരു മൂല്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ കപ്പാസിറ്റികൾ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും നിങ്ങളുടെ കപ്പാസിറ്റിയെ ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് മേഖലകൾ സിവിൽ സർവീസിൻ്റെ വിവിധ മേഖലകളിൽ വന്നെത്തുന്ന കുറേ സംവിധാനങ്ങൾ ഇന്നും നിലവിലുണ്ട്.
നിങ്ങൾക്ക് നിങ്ങളുടെ സാമൂഹ്യ സേവനവും സോഷ്യൽ വർക്കും അതൊക്കെ സർക്കാർ ചെലവിൽ സർക്കാരിൻ്റെ സാലറി പറ്റിക്കൊണ്ട് സാമൂഹ്യ സേവനം നടത്താൻ പറ്റുന്ന ഒരു നല്ല ഒരു ഏരിയയാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ. ഇനിയും ഒരുപാട് ആളുകൾ ഈ രംഗത്തിലേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ ഒറ്റ കാര്യം മാത്രമേ നോക്കേണ്ടതുള്ളൂ, സിവിൽ സർവീസിൻ്റെ പരീക്ഷാ ഘടന അത് നമുക്ക് പറ്റിയതാണോ എന്ന് കൃത്യമായി പഠിക്കുക. അതിൻ്റെ ഓരോ ഘട്ടത്തിലും ആവശ്യമായ പ്രിപ്പറേഷൻ ഏതൊക്കെ രൂപത്തിൽ നടത്തണം, അതിന് നമ്മൾ അനുയോജ്യമാണോ എന്ന കാര്യം കൃത്യമായി തീരുമാനിക്കുക. അനുയോജ്യമാണെങ്കിൽ അതിനാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വളരെ പ്രാക്ടിക്കലി പഠിച്ച് വളരെ പെട്ടെന്ന് സർവീസിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ നമ്മുടെ സമയവും സന്ദർഭവും ഒരുപാട് വിനിയോഗിക്കേണ്ട ഒരു സംഗതിയാണ് സിവിൽ സർവീസ് എന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് പറ്റുന്ന ഏരിയ ആണെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ആവശ്യമായ മേഖലയിലേക്ക് എത്രയും പെട്ടെന്ന് കൃത്യമായ സ്മാർട്ടായ മൂവിലേക്ക് നീങ്ങി വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ തീർക്കുക, സർവീസിലേക്ക് എത്തുക. ഇനി നിങ്ങൾക്കത് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടേതായ മറ്റു മേഖലകൾ ഉണ്ടാകും, അത് കണ്ടെത്താൻ ശ്രമിക്കുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഗോൾ കൃത്യമായി സെറ്റ് ചെയ്ത് കരിയർ ജീവിതത്തിലേക്ക് നീങ്ങുക എന്നും കൂടിയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. ഇതിൽ സാർ പറഞ്ഞ പ്രത്യേക പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചില ആളുകൾ ഒരുപാട് വർഷത്തോളം ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു, എന്നിട്ട് അവസാനം വേറെ രൂപത്തിലേക്ക് മാറേണ്ടി വരുന്ന ഒരു കാര്യം. ആദ്യം നമ്മളെ അനലൈസ് ചെയ്യുക. ഈ ഒരു സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ഒരു മാരത്തോൺ ഒരു ജേണിയാണ്. അതിന് നമ്മൾ ആപ്റ്റാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. പ്ലാനിങ് എന്നതാണ് ശരിക്കും അതിൻ്റെ ഒരു പോയിന്റ്. ഏതായാലും അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്ക് സിവിൽ സർവീസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഏത് പുസ്തകം വായിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ടിപ്പിക്കലായിട്ടുള്ള സാധനമുണ്ട്. ChatGPT DeepSeek എടുത്ത് സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധനം. അതിനപ്പുറത്തേക്ക് സാറിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പം നമ്മളെ വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു സാധനമാണ് 2 വർഷത്തെ ട്രെയിനിങ് സെഷൻ. മസൂരിയിൽ 2 വർഷം സിവിൽ സർവീസ് കിട്ടിയ ആളുകൾക്കുള്ള ട്രെയിനിങ് സെഷൻ. ഇതിൻ്റെ കൂടുതൽ ഇൻസൈറ്റ് നമുക്ക് കിട്ടാറില്ല, എന്താണ് അവിടെ നടക്കുന്നത്. അതുപോലെ ഒരു ഭാരത് ദർശൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ സംസ്കാരങ്ങളും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു യാത്രയെക്കുറിച്ചും പറയാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു അട്രാക്ഷൻസും സാറൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഭാരത് ദർശൻ നിങ്ങൾ പറയുന്നത് പോലെ നമുക്ക് എല്ലാ സ്റ്റേറ്റുകളിലും യാത്ര ചെയ്യാം. അപ്പോൾ നിരന്തരമായ ഒരു യാത്രയാകുമ്പോൾ യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിലൊരുപാട് സംസ്കാരങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ യാത്രയിലും എല്ലാ ആളുകൾക്കും യാത്ര ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ അതിൻ്റേതായ കുറവുകളും പോരായ്മകളും ഒക്കെയുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത്. ട്രെയിനിങ്ങിനെ കുറിച്ച് മറ്റൊരു സംഗതി പറയുന്നത് ഇറ്റ് ഈസ് എ പെയ്ഡ് ഹോളിഡേ. പ്രത്യേകിച്ചൊരു ലക്ഷ്യമോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് അതൊരു ഹോളിഡേ മൂഡിൽ അങ്ങനെ നടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് കുറച്ചും കൂടി അതിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് കർമ്മയോഗി എന്ന് പറയുന്ന പുതിയൊരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. അതിലെ ഓൺലൈൻ ക്ലാസ്സുകൾ 360 അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് ഈ ട്രെയിനിങ്ങിനെ വളരെ റിജിഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. വളരെ കൃത്യമായ ഒരു ടൈം ലൈനിൽ നിർബന്ധിതമായ ക്ലാസ്സുകൾ, ഈവൻ സംശയം ചോദിച്ചാൽ പോലും അതിന് മാർക്കിടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ വളരെ മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പത്തെ ഒരു പെയ്ഡ് ഹോളിഡേ സിസ്റ്റത്തിൽ നിന്ന് നമ്മളിപ്പോൾ മാറിയിട്ട് വീണ്ടും അതിനെ വളരെ പ്രൊഫഷണൽ വൽക്കരിച്ചിട്ടാണ് ഇപ്പോൾ ട്രെയിനിങ്ങുകളും പോകുന്നത്. അപ്പോൾ എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒരു ഗവേണിംഗ് സമ്പ്രദായം സ്വാഭാവികമായും ഈ ട്രെയിനിങ് മേഖലയിലും എത്തിയിട്ടുണ്ട്. എനിവേ അതൊരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പൂർണ്ണമായും 2 വർഷം അവിടെയല്ല, ഓരോ സിവിൽ സർവൻറ്റിനും അവരുടേതായ ഏരിയകളുണ്ട്. ഇപ്പോൾ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ആണെങ്കിൽ അവർക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ നിശ്ചിതമായ കാലത്തിന് ശേഷം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും ഇവർക്ക് ട്രെയിനിങ് ഉണ്ടാകുക. അങ്ങനെ പലയിടത്തായി നടക്കുന്ന ഒരു ട്രെയിനിങ് പ്രോസസ്സാണ്. അതേസമയം തന്നെ അതൊരു ജോലിയുടെ ഭാഗം കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ ആണ് എന്നൊരു ഫീലിംഗ് ഇല്ലാതെ തന്നെ ട്രെയിനിങ് നേടാനുള്ള അവസരമാണ്. മാത്രമല്ല സിവിൽ സർവീസിൽ മിഡ് ഡേ കരിയർ ട്രെയിനിങ്, ലോങ് ടേം കരിയർ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടെ ഈ ട്രെയിനിങ് ഇതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ജോലിയുടെ ഭാഗമായി തന്നെ ട്രെയിനിങ് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ ട്രെയിനിങ് നമ്മൾ മസൂറിയിലാണ് ആദ്യം ട്രെയിനിങ് ഉണ്ടാകുക. അത് കഴിഞ്ഞിട്ട് അതായത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എവിടെയാണോ അതിൻ്റെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത്. വേറൊരു കരിഷ്മാറ്റിക് ആയിട്ടുള്ള ഒരു സ്പീച്ചിൽ ഒരാൾ പറയുണ്ടായി,
പിന്നെ മസൂരിയിൽ നമ്മൾ ഈ ഓരോ വർഷവും 1000-ഓളം ആളുകളെയാണ് സിവിൽ സർവീസിലേക്ക് എടുക്കുക. അപ്പോൾ ഇവർ 1000 ആളുകളും ആദ്യം മസൂരിയിലേക്ക് എത്തുകയാണോ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഹപാഠികളായി നമ്മുടെ ഫോണിലൊക്കെ എടുത്ത് നോക്കി നമ്മൾ നിരന്തരം ഇൻട്രാക്ട് ചെയ്യുന്ന നമ്മുടെ സഹപാഠികളായിരിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ അവിടെ നിന്ന് ഇറങ്ങുന്ന 1000 ആളുകളും ചിലപ്പോൾ 2 വർഷമാണെങ്കിൽ അതിൻ്റെ ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സും ചിലപ്പോൾ അവിടെ ഉണ്ടാകാം. എങ്ങനെയാണെന്ന് അറിയില്ല, സാറ് പറയും. അപ്പോൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഒരുപാട് കളക്ടർമാർ, IAS, IPS ഇതിനൊക്കെ സാധ്യതയുണ്ടോ? ഇത് വെറുതെ ഒരു ഫാൻസി പറയുകയാണോ ചെയ്യുന്നത് എന്ന് സാർ ഒന്ന് പറഞ്ഞു. അത് ഓരോരുത്തരെയും വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ഏരിയ തന്നെയാണ്. എല്ലാവരെയും ഒരുമിച്ച് കാണാനും ക്ലാസ്സിൽ ഒന്നിച്ചിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ച് അവർക്ക് ഓരോരുത്തർക്കും വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാം, ഉപയോഗിക്കാം. അതിനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ്, അതിലൊന്നും സംശയമില്ല. അതിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഷാഹിദ് സാറെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏതൊരാളിലേക്കും ഏത് IAS ആണെങ്കിലും സീനിയർ ഓഫീസർമാരാണെങ്കിലും അവരിലേക്ക് എത്താനുള്ള ഒരു വഴിയും കൂടിയാണ് ഷാഹിദ് സാറിനോട് പറഞ്ഞാൽ അവരേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് എപ്പോഴും എളുപ്പമാകാറുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയും. ഏതായാലും ആ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് എപ്പോഴും പറയുന്ന വേറൊരു കാര്യം, ഈയിടെ ഒരു സെൻട്രൽ മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ ജസ്റ്റ് ഒരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിരുന്നു. അവർ പറയാണ് നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് മിഷനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ്. നിങ്ങളുടെ യൂത്ത് സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലല്ലോ, വെൽ ഡൺ എന്ന് പറയുന്ന ഒരു മെസ്സേജ്, ആ ഒരു സെൻറ്റൻസ് പറഞ്ഞങ്ങ് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് എഴുതുകയും ചെയ്തിരുന്നു. സത്യത്തിൽ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് നമ്മളതിനെ അനാവശ്യമായി ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു സംഗതിയല്ല. സ്വാഭാവികമായും ഇതൊരു ഗ്ലോറിഫൈഡ് സർവീസാണ്. അപ്പോൾ നമ്മൾ അത്രത്തോളം ഗ്ലോറിഫൈ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിലും അത്രത്തോളം നമ്മൾ ഗ്ലോറിഫൈ ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് സർവീസുകൾ മിക്സ് ചെയ്ത ഒരു സംഗതിയാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോരുത്തരും എത്തിപ്പെടുന്ന ഓഫീസ്, അവരെത്തിപ്പെടുന്ന മേഖല, സ്ഥലം എന്നതിനൊക്കെ ഭിന്നമായി ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കേരളത്തിൽ കാണുന്ന ഒരു സിവിൽ സർവീസിൻ്റെ തിളക്കമൊന്നും നിങ്ങൾ നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യയുടെ ബോർഡർ സ്റ്റേറ്റുകളിലോ പോയാൽ കാണാൻ കിട്ടിയെന്ന് വരില്ല. മാത്രമല്ല ചില ഓഫീസുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക മേഖലകൾ, ഇതൊക്കെ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി പൂർണ്ണമായും ഉപയോഗിക്കാൻ പറ്റിയ ഏരിയയാണ് എന്ന് പോലും പലപ്പോഴും സംശയം തോന്നാം. ഇപ്പോൾ പൊതുവെ ഇതിനെക്കുറിച്ച് പറയാറുള്ള ഒരു കഥ പറയാറുണ്ട്. 2 മരങ്ങൾ, ഒന്ന് ഓക്ക് മരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഹില്ലി ഏരിയാസിലൊക്കെ കാണുന്ന ഓക്ക് മരം. അതേപോലെ തന്നെ നമ്മുടെ ബാമ്പു, മുളയെക്കുറിച്ച് 2 മരങ്ങളെക്കുറിച്ച് പൊതുവെ പറയാറുണ്ട്. ഈ ഓക്ക് മരം നമ്മൾ നട്ടാൽ, 2ൻ്റെയും വിത്ത് നമ്മൾ ഒരിടത്ത് നട്ടാൽ ഓക്ക് മരം വളരെ പെട്ടെന്ന് തന്നെ 1-ാം വർഷം തന്നെ അത് വളർന്ന് വലുതായി വലിയ സംവിധാനമായി മാറും. പക്ഷേ ഈ മുള നട്ട് 1-ാം വർഷം ഒന്നും കാണാൻ പറ്റില്ല, 2-ാം വർഷം നോക്കിയാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, 3-ാം വർഷവും 4-ാം വർഷവും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ല. ഒരു 5-ാം വർഷം കഴിയുമ്പോഴാണ് മുള പെട്ടെന്ന് വളരാൻ തുടങ്ങുക. പക്ഷേ വളരെ പെട്ടെന്ന് അതിശീഘ്രം വളരുന്ന ഒരു മരമാണ് ഓക്ക് മരം. സത്യത്തിൽ സിവിൽ സർവീസും ഇതുപോലെ തന്നെയാണ്. ഒരുപാട് സമയം നമ്മൾ 4-5 വർഷം, പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒരുപാട് സമയം അതിനുവേണ്ടി, ഊർജവും സമയവും ചിന്തയും ഒക്കെ നമ്മളതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുള പോലെയാണ്, ആളുകൾ വലിയ വൃക്ഷമായും മരമായും ഒക്കെ നമ്മൾ കണ്ടു എന്ന് വരാം. പക്ഷെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി അതിനെ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ മുള നല്ല പ്രൊഡക്റ്റുകളായിട്ട് വലിയ വലിയ സംവിധാനങ്ങളിൽ വരാറുണ്ട്, നല്ല ഹോട്ടലുകളിൽ, വലിയ സംവിധാനങ്ങളിലൊക്കെ വരാറുണ്ട്. പക്ഷേ മുളയെ വളരെ അനാവശ്യമായി ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് മേഖലകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് സിവിൽ സർവീസും. സിവിൽ സർവീസിലെ ഏതാണ്ട് എല്ലാ പോസ്റ്റുകളും വളരെ ജനറലിസ്റ്റാണ്. അതായത് ഗവൺമെൻറ് തന്നെ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ദിസ് ഈസ് എ പാർട്ട് ഓഫ് ജനറലിസ്റ്റ് എന്നാണ്. എക്സ്പെർട്ടൈസുകൾക്ക് വലിയൊരു പ്രാധാന്യം ഇല്ലാത്തൊരു ഏരിയ കൂടിയാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ വലിയ വലിയ റിസർച്ചുകളോ വലിയ വലിയ പുസ്തകങ്ങളുടെ വായനയോ ഒന്നും ഈ ജോലിയിൽ വളരെ അധികം ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സയൻറ്റിസ്റ്റുമാർ, നല്ല ഗവേഷണം ചെയ്ത ആളുകൾ, വളരെ നന്നായി പഠിക്കുന്ന ആളുകൾ,
വളരെ നന്നായി മിടുക്കുള്ള ആളുകൾ, എക്സ്ട്രാ ബ്രില്യൻ്റായ ആളുകൾ സിവിൽ സർവീസിൽ എത്തിയതിന് ശേഷം അവർ പലപ്പോഴും പരാജയപ്പെടുന്നത് കാണാൻ പറ്റും. കാരണം അവരെ അത്രത്തോളം അബ്സോർബ് ചെയ്യാൻ ഈ സിസ്റ്റത്തിന് അത്രത്തോളം സാഹചര്യമില്ല. മാത്രമല്ല ഈ സിസ്റ്റത്തിന് ആവശ്യം കുറച്ചും കൂടി വളരെ ജനറലായി ഇതൊരു റുട്ടീൻ വർക്കാണ്. ഒരു 60 to 70% ഇതൊരു റുട്ടീൻ ഓഫീസ് വർക്ക് ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം നിങ്ങൾ വളരെ ഹൈലി ബ്രില്യൻ്റായ ഒരു തലച്ചോറിനെ ഈ ഒരു വളരെ സാധാരണമായ ഒരു മേഖലയിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, പെട്ടെന്ന് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. വളരെ പെട്ടെന്ന് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വരുന്ന ആളുകളുണ്ടാവും. ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ അതൊന്നും പെട്ടെന്ന് നടന്ന് എന്ന് വരില്ല. പിന്നെ റൊട്ടീൻ വർക്കിൻ്റെ പിന്നാലെ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ പലപ്പോഴും ആളുകൾ, ഞാനൊക്കെ കണ്ടുവരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആളുകൾ വളരെ ഒരു ഡിഫറെൻ്റ് മൂഡിലേക്ക് മാറും. ചിലർ ഇതിനെ പഴിച്ചു കൊണ്ടേയിരിക്കും, ചില ആളുകൾ ഇതിൽ ഡിപ്രസ്ഡ് ആയിരിക്കും, ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് വരുന്ന ട്രാൻസ്ഫറുകൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല, ചില ആളുകൾക്ക് ചില ജോലികൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ആവശ്യമെന്ന് പറഞ്ഞാൽ വളരെ ജനറലിസ്റ്റുകളാണ്. കാരണം നമ്മൾ ഇടപെടുന്നത് പ്രവർത്തിക്കുന്നതും ഒക്കെ വളരെ സാധാരണമായ ഒരു സിസ്റ്റത്തിലും വളരെ സാധാരണമായ ആളുകളുമായിട്ടാണ്. അപ്പോൾ അതിന് പറ്റിയ രൂപത്തിൽ ഏത് രൂപത്തിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ അതേസമയം ഒരു ആവറേജ് രൂപത്തിൽ തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളെയാണ് കുറച്ചും കൂടി ഈ സിസ്റ്റത്തിൽ ആവശ്യം. ഇവിടെ നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച ആളുകളായിരിക്കും, പക്ഷെ അത്രത്തോളം ബുദ്ധിയും വിവരശേഷിയും ഒക്കെ ഈ സിസ്റ്റത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അവർ സ്വാഭാവികമായും ഇതിൽ പെർഫോം ചെയ്യാൻ പരാജയപ്പെട്ടേക്കാം, അവരെ സിസ്റ്റത്തിന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു വലിയ പ്രശ്നം പലപ്പോഴും അഭിമുഖീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതും കൂടി പരിഗണിച്ചിട്ടായിരിക്കണം ഇവിടത്തേക്ക് വരുന്ന ആളുകൾ ഒരു ഓവർ എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ അമിതമായ ഒരു ഇമാജിനേഷനോ റൊമാൻറ്റിസൈസേഷനോ ഈ സർവീസിനെ ചെയ്യുന്നതിന് പകരം വളരെ റിയലിസ്റ്റിക് ആൻഡ് പ്രാഗ്മാറ്റിക് വ്യൂ പോയിൻ്റ് ആദ്യം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അത് ഈ സർവീസിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കുറച്ചും കൂടി നല്ലതാണ് എനിക്ക് തോന്നുകയാണ്. ഓക്കെ, നമ്മൾ SKSSFൻ്റെ ട്രെൻഡിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരു സംവിധാനം അല്ലെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ ഒരു വ്യക്തിപരം എന്നതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതിനാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് സിവിൽ സർവീസിന് എത്തുമ്പോൾ അല്ലെങ്കിൽ സിവിൽ സർവീസിന് അസ്പിരൻസ് ആയിട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള എന്തൊക്കെ ആസ്പെക്റ്റുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇതിന് നമുക്ക് ഈ ഒരു ഡിസ്കഷൻ ചെറിയൊരു സമയം നമുക്ക് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാം. ഒരു സമൂഹം, ഒരു സൊസൈറ്റി ആസ് എ ഹോൾ അതെടുക്കുമ്പം ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. അത് വെച്ച് നോക്കുമ്പം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, സിവിൽ സർവീസിൽ ഓപ്പർച്യൂണിറ്റീസ്, റിസർവേഷൻസ് ഉണ്ട് ധാരാളം. RCA റെസിഡൻഷ്യൽ കോച്ചിങ് സെൻറ്റേഴ്സ് ഗവൺമെൻറ് തന്നെ നമുക്ക് വേണ്ടി നടത്തുന്നുണ്ട്. ഇത്തരം ഓപ്പർച്യൂണിറ്റീസും അതുപോലെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഒരു ഗ്ലിംസസ് ഇവർക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നു. സിവിൽ സർവീസ് മാത്രമല്ല, ഞാൻ പുറത്ത് മറ്റ് വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ ചെറിയ രൂപത്തിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ന് ആളുകൾ വളരെ ഗോൾ ഓറിയൻറ്റഡായി കരിയർ ഓറിയൻറ്റഡ് ആവുന്നതിൽ കുറച്ചും കൂടി നേരത്തെ അവർ പ്രിപ്പറേഷൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ പറയാറുള്ളത് ഒരു 9ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും നമുക്ക് +1 എന്താണ് പഠിക്കാൻ പോകുന്നത്, അതായത് നമ്മുടെ എന്തൊക്കെയാണ് ഭാവിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ അറ്റ്ലീസ്റ്റ് 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഉണ്ടായിരിക്കണം. ഡിഗ്രി ഫസ്റ്റ് ഇയറിലെത്തുമ്പോഴേക്കും നമുക്ക് എന്താണ് ജോലി ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഏത് വിഷയം പഠിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം നമ്മളൊരു 9ാം ക്ലാസ്സിൽ തന്നെ നമുക്ക് കൃത്യമായ ഒരു ധാരണ എന്താണ് ഭാവിയിൽ ഞാൻ ഏത് റൂട്ടിലേക്ക് പോകുന്നു, എന്തൊക്കെ പഠിക്കണം, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ 8ാം ക്ലാസ്സിൽ തുടങ്ങി 9ാം ക്ലാസ്സിൽ നമുക്കത് ഫുള്ളാക്കിയിരിക്കണം. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി എന്നതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. പൊതുവെ അതുകൊണ്ട് ഏർലി ഗോൾ സെറ്റിങ്ങിന് ഇന്നത്തെ കാലത്ത് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഏർലി ഗോൾ സെറ്റിംഗ് ചെയ്താലുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഡ്രീം ബിഗ്, വലിയ ഏർലി ഗോൾ സെറ്റിംഗ് ആൻഡ് ഡ്രീം ബിഗ് ഇത് രണ്ടും ഒരേ സമയത്ത് ഉണ്ടാവുന്ന സംഗതിയാണ്. അപ്പോൾ ഒരു 40ഓളം നല്ല ജോലികൾ
പൊതുവെ കരിയർ അനലിസ്റ്റുകൾ ഇന്ന് നമുക്ക് മുന്നിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. സിവിൽ സർവീസ് എന്ന് പറയുന്നത് അതിലൊറ്റ കാര്യം മാത്രമാണ്. അതിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ്സും അതിൻ്റെ കൂടെ തന്നെയുണ്ട്. അതോടൊപ്പമുള്ള നമുക്ക് എന്താണോ കൃത്യമായി അനുയോജ്യം എന്നുള്ള സംഗതി വളരെ നേരത്തെ തന്നെ നമ്മൾ തീരുമാനിച്ച് അതിനുള്ള ഒരു റൂട്ടിലേക്ക് നമ്മൾ കൃത്യമായി ഇറങ്ങിയാൽ പിന്നെ സിവിൽ സർവീസ് കുറച്ചും കൂടി ഒരു സുഖമാണ്. കാരണം പല സംഗതികൾ ഇപ്പോൾ സിവിൽ സർവീസിന് ആവശ്യമുള്ള ഒരു എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്ന സംഗതി, ഇത് നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ ശേഷം പെട്ടെന്ന് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സുപ്രഭാതത്തിൽ നമുക്ക് എസ്സേ റൈറ്ററായി അല്ലെങ്കിൽ എസ്സേ എഴുതി ഫലിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് വളരെ പെട്ടെന്ന് നമ്മളൊരു ഇൻ്റർവ്യൂവിലെത്തുമ്പോൾ മാറ്റിയെടുക്കേണ്ട ഒരു സംഗതിയല്ല. അപ്പോൾ ഇത് ഒരുപാട് കാലങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. മെയിൻസിലെ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് വളരെ പെട്ടെന്നൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആൻസറിൻ്റെ ഘടന മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത് ഒരുപാട് കാലം ഒരു ട്രയൽ ആൻഡ് എറർ പ്രക്രിയയാണ്. കുറേ കാലം നമ്മൾ അതിൽ മെല്ലെ മെല്ലെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസൊക്കെ നടത്തുന്നു. അതിങ്ങനെ ഗുണകരമായി പിന്നീട് നല്ല പോസിറ്റീവിലേക്ക് വളരെ ഗ്രാജ്വൽ പ്രോസസ്സായി എത്തേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് വളരെ നേരത്തെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ ഒരു അനാലിസിസ് ഉണ്ടാക്കിയാൽ, ഒരു കൃത്യമായ പദ്ധതി ഉണ്ടാക്കിയാൽ പിന്നീട് നിങ്ങൾ അവിടത്തേക്ക് പോകാൻ സുഖമാണ്. ഇപ്പോൾ ഒരു CEO ഇൻ്റർവ്യൂ ഞാൻ കേട്ടു. CEO ആവണം, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ CEO ആവണം, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ ആവണം എന്നുള്ള ധാരണ ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് വളരെ നേരത്തെ തന്നെ കിട്ടിയാൽ അതിൻ്റെ റോഡ് മാപ്പ്, റൂട്ടുകൾ, എങ്ങോട്ട് പോകണം, ഇതിനനുസരിച്ച ഒരു അയാളുടെ തയ്യാറെടുപ്പിന് വളരെ സുഖമാണ്. ഇതുപോലെ തന്നെയാണ് ഏത് മേഖലയാണെങ്കിലും. നമ്മൾ പൊതുവെ പറയാറുണ്ട് ഗവൺമെൻറ് ജോബുകൾ, സിവിൽ സർവീസിന് പഠിച്ചാൽ മറ്റ് ജോലികളൊക്കെ കിട്ടും എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ന് അതിൻ്റെ കാലവും മാറിയിരിക്കുകയാണ്. കാരണം ഓരോ എക്സാമിനും ഓരോ സിലബസാണ്, ഓരോ പരീക്ഷയ്ക്കും പ്രത്യേക ഏരിയകളാണ്. അപ്പോൾ ഏത് പരീക്ഷയാണ് നമ്മൾ എഴുതുന്നത്, ഏത് മേഖലയിലേക്കാണ് പോകുന്നത്, അതിന് കൃത്യമായി സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കുക. അതിനാവശ്യമുള്ളത് മാത്രം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ളതൊക്കെ ഒരു ജനറലായി, ഒരു ലോകത്ത് ജീവിക്കാൻ വേണ്ട ജനറൽ സംഗതികളായി നമുക്കിങ്ങനെ നമ്മുടെ ഹോബിക്കും മറ്റുമൊക്കെ മാറ്റി വെക്കാം. പക്ഷേ നമ്മുടെ കരിയറിനും ജോലിക്കും ആവശ്യമുള്ള സംഗതി വളരെ സ്പെസിഫിക് ആയിട്ട് മാത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് കരിയർ എടുക്കാൻ പറ്റും. സിവിൽ സർവീസിൻ്റെ സ്കോപ്പുകൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അത്രത്തോളം എഫേർട്ടിനനുസരിച്ച റിസൾട്ടുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു ദുഃഖകരമായ സംഗതിയാണ്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇതിനാവശ്യമുള്ള കിട്ടാൻ സാധ്യതയുള്ള ആളുകളാണോ ഇതിലേക്ക് ഇറങ്ങുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളൊരു ഒന്നും കൂടി അനാലിസിസ് നടത്തേണ്ടത്. ഇതിൽ പിന്നെ സാറ് പറഞ്ഞു ഏർലി ഓരോ കരിയർ അവരുടെ ഏരിയ കണ്ടെത്തി നേരത്തെ തന്നെ തുടങ്ങണമെന്ന്. ട്രെൻഡ് ഇതിൽ വളരെ സ്വാഗതാർഹമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 5ാം ക്ലാസ് മുതൽ തന്നെ അവരുടെ GK അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് തുടങ്ങി ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിൽ ജൂനിയർ IAS പ്രോഗ്രാം നമ്മൾ വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ വെക്കേഷൻ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനി ഉണ്ടാവും. അപ്പം ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. ഇനി ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായും സിവിൽ സർവീസിൻ്റെ ഒരു മിനിയേച്ചർ കോച്ചിങ് അഥവാ സബ്ജക്റ്റുകളും അതുപോലെ തന്നെ റൈറ്റിംഗ് പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ട്രെൻഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്. മൂന്നാമത്തത് ഓരോ വർഷവും എക്സാം എഴുതുന്നവർക്ക് ഓൺലൈനായിട്ട് എവിടെ നിന്നും ഏത് നാട്ടിൽ നിന്നാണെങ്കിലും പഠിക്കാവുന്ന രൂപത്തിൽ സിവിൽ സർവീസിൻ്റെ ഇൻറ്റൻസീവ് കോച്ചിങ്ങും ട്രെൻഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടക്കുന്നു. അതിൽ ഇൻട്രാക്റ്റീവ് സെഷൻസ് കൊടുക്കാറുണ്ട്. സാറിനെ പോലത്തെ ആളുകൾ തന്നെയാണ് സർവീസിൽ പിന്നെ ഉള്ള ആളുകൾ തന്നെ അവർക്ക് ഗൈഡൻസിന് വേണ്ടി ഇൻട്രാക്റ്റീവ് സെഷൻസ് കൊടുക്കാറുണ്ട്. ഇതിൽ മറ്റൊരു ആസ്പെക്റ്റ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രദ്ധിച്ചത് നമ്മുടെ സൊസൈറ്റി ആസ് എ ഹോൾ നമുക്ക് കിട്ടുന്ന കുറേ അഡ്വാൻറ്റേജസ്. ഉദാഹരണത്തിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സിവിൽ സർവീസ് എന്നല്ല സാറ് പറഞ്ഞ പോലെ മറ്റുള്ള പല കോഴ്സുകൾക്കും കിട്ടുന്നത് പോലെ തന്നെ സ്റ്റൈപ്പൻഡുകൾ, അതുപോലെ തന്നെ ജാമിയ മില്ലിയ, ജാമിയ ഹംദർദ് സ്റ്റഡി സർക്കിൾ 3 എണ്ണമായി. പിന്നെ മൗലാന ആസാദ് യൂണിവേഴ്സിറ്റി, ഉറുദു യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, പിന്നെ ഹജ്ജ് കമ്മിറ്റി മുംബൈ,
അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇതുപോലെ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ മൈനോറിറ്റി വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്ന പല സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്പോൺസേഡ് പ്രീമിയം കോച്ചിങ്ങുകൾ നൽകി വരുന്നുണ്ട്. ഇതിൻ്റെ പുറമെയാണ് ധാരാളം പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സ്, NGOs ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. സാറ് പറഞ്ഞത് അതിൽ റിസൾട്ട് കുറവാണ്, അല്ലെങ്കിൽ വേണ്ടത്ര നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് റിസൾട്ട് ഇല്ല എന്ന് പറയാറുണ്ട്. ഇതിൽ ഞാൻ കണ്ട ഒരു പ്രശ്നം, കഴിഞ്ഞ ഒരു 10 വർഷത്തായിട്ട് സിവിൽ സർവീസിൻ്റെ വിദ്യാർത്ഥികളെ മെൻറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലുള്ള ഒരു കരിയർ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, തുടക്കത്തിൽ വളരെ ആവേശത്തോടെ കുട്ടികൾ ഈ സിവിൽ സർവീസ് രംഗത്ത് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് കുറഞ്ഞ കാലം ആകുമ്പോഴത്തേക്ക് തന്നെ ഇവരുടെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നു, ഇവരുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നു. പിന്നെ ഒരു റിട്ടീൻ ടാസ്ക് ആയിട്ട് വർഷങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. എക്സാം എഴുതുന്നു, പിന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുന്നു. ഇങ്ങനെ ഈ രൂപത്തിൽ പോകുന്നത് കൊണ്ടായിരിക്കും മിക്കവാറും സംഭവിക്കുന്ന ഒരു ആസ്പെക്റ്റ് അതാണ്. രണ്ടാമത്തത്, നമ്മുടെ കുട്ടികളൊക്കെ സിവിൽ സർവീസിന് വേണ്ട സ്കില്ലുകൾ, ഇപ്പോൾ റൈറ്റിംഗ് സ്കില്ലാണെങ്കിലും ഒരു പുസ്തകം വായിച്ച് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള സ്കില്ലുകളാണെങ്കിലും ഇങ്ങനത്തെ കുറേ സ്കില്ലുകൾ അക്വയർ ചെയ്യുന്നത് ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും. നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഇവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം ഈ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാറിന് കൊടുക്കാവുന്ന ഉപദേശം അല്ലെങ്കിൽ സജഷൻസ് എന്തൊക്കെയായിരിക്കും? എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ പിന്നെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻ നമ്മളെപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ ലോങ് ടേമായി ഇത്തരം പ്രിപ്പറേഷനുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് സ്വന്തമായ കുറച്ച് അനുഭവങ്ങൾ സ്വന്തമായി നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ആ അനുഭവങ്ങളിൽ നിന്ന് ചില സ്പാർക്കുകൾ സ്വന്തമായി കത്തിച്ച് വെക്കാൻ ശ്രമിക്കുക. ആ സ്പാർക്കുകളെ വളരെ ലോങ് ടേമായി നിലനിർത്താനുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. പുറത്ത് നിന്ന് വരുന്ന മോട്ടിവേഷൻസിന് സ്വാഭാവികമായും ആ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്പാർക്കിനെ കത്തിച്ച് വെക്കാൻ മാത്രം ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോയാൽ ഈ ഒരു ലോങ് ടേം ആയിട്ട് ഇത്തരം പ്രിപ്പറേഷനുകൾ നിലനിർത്താൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പങ്കെടുക്കാനും സംസാരിച്ചതിനുമൊക്കെ ഇതിനെ വിളിച്ച ട്രെൻഡ് ടീമിനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ, സ്പെഷ്യലി 1-2 പോയിന്റ്സ് മെൻഷൻ ചെയ്യാതെ വയ്യ. ഷാഹിദ് സാറെ നമുക്കൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് അറിയുന്നതെന്ന് വെച്ചാൽ അവർ സമൂഹത്തിന് ഗിവിങ് ബാക്ക് തിരിച്ചു നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ പ്രോഗ്രാമുകളിലായിട്ടും സെഷനുകളിലായിട്ടും ഒക്കെ. അതേപോലെ നമ്മൾ എടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങളാണ് മുഹമ്മദ് അലി ശിഹാബ് IAS, PC ജാഫർ സാർ, അബൂബക്കർ സിദ്ദീഖ് സാർ. ഇതൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വളർന്നവരും പിന്നീട് സമൂഹത്തിന് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി ഒരു ഫ്യൂ മിനിറ്റ്സ് ഓഡിയൻസിന് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ സാറോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. മൈക്ക് കൈമാറാൻ. മൂന്ന് ചോദ്യങ്ങൾ വരെ ആവാം. നേരത്തെ സാറ് പറഞ്ഞു ട്രെൻഡ് നൽകുന്ന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. അവിടെ നമ്മുടെ സ്റ്റാളുകളിൽ ട്രെൻഡിൻ്റെ സ്റ്റാളുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പർ കളക്ട് ചെയ്തതിന് ശേഷം കോൺടാക്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും. ഞാൻ ഈ ട്രെയിനിങ് മേഖലയിൽ കുറേശ്ശായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഹൗ ടു ഫേസ് ആൻ ഇൻ്റർവ്യൂ എന്നുള്ള ഒരു മൊഡ്യൂള് നമ്മളെ കുറേ ആളുകൾ പഠിപ്പിക്കുകയും ഒരു ജോബ് ഫെയറിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അതിൽ ഭാഗവാക്കാക്കാൻ കഴിഞ്ഞു. അന്ന് ആദ്യമായിട്ട് ഞാൻ കുറേ മുമ്പാണത് ഷാഹിദ് തിരുവള്ളൂർ സാറിനെ പരിചയപ്പെടുന്ന അവിടെ വെച്ച. അന്നൊരു ട്രെയിനർ പിന്നെ സാറിനെ കുറിച്ച് പരിചയപ്പെടുത്തി. നമ്മുടെ ഒരാളുടെ എത്രത്തോളം ഒരു ഗോള് സെറ്റ് ചെയ്യണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം. അന്ന് ഒരുപാട് കാര്യങ്ങൾ സാറിനെ കുറിച്ച് പറഞ്ഞു. ശരിയാണോ അല്ലെന്ന് എനിക്കറിയില്ല. സാറ് റെഗുലർ വിദ്യാഭ്യാസം സ്കൂളുകളിൽ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നീട് എഴുതിയെടുക്കുകയായിരുന്നു. ഇങ്ങനെ ദർസ് വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രയത്നത്താൽ ഒരു സമയം നാട്ടുകാർ അദ്ദേഹത്തെ കലക്ടർ വരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. അതൊക്കെ അദ്ദേഹം പോസിറ്റീവായി കണ്ട് വലിയ ആവേശത്തോടെ വീണ്ടും വീണ്ടും പരീക്ഷ എഴുതി അദ്ദേഹം ആ ഗോളിലേക്ക് എത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു കഥ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ശരിയാണോ എന്നൊന്ന് അറിയാനായിരുന്നു. ഞാനത് ഒരുപാട് വേദികളിൽ ആവേശത്തോടെ ഞാനത് ആവർത്തിച്ചിട്ടുണ്ട്.
അതിൻ്റെ യഥാർത്ഥം എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇന്ന് ഇതുപോലെ ഈ വേദിയിൽ അദ്ദേഹം ഇരിക്കുമെന്നും ഇങ്ങനെ അത് ചോദിക്കാൻ പറ്റുമെന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാറ് അതിൻ്റെ ഒരു ആവേശം, അതിൻ്റെ ഒരു സത്യസന്ധമായ ഒരു ചെറിയൊരു ബ്രീഫ് ഈ ഓഡിയൻസിനും എനിക്കും നൽകിയാൽ അത് ഞങ്ങൾക്ക് വീണ്ടും ഒരു ആവേശമാവും. അത് മറ്റുള്ള കുട്ടികൾക്കും അത് പകർന്നു കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു സർ. പിന്നെ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നുന്നു, ഒന്ന് ഞാൻ കാപ്പാടാണ് പഠിച്ചത്. കാപ്പാട് ജാമിയ ഐനുൽ ഹുദയിൽ 12 വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു സിവിൽ സർവീസിൽ പോകണം എന്ന ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ചന്ദ്രികയിൽ 1.5 വർഷത്തോളം ജോലി ചെയ്തു. പിന്നെ അവിടുന്ന് പുറത്തേക്ക് വന്നു. പിന്നെ ഞാൻ കുറച്ച് മദ്രസകളിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തു. ആ സമയത്താണ് എനിക്കൊരു ഗവൺമെൻറ് ജോലി എന്നൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, ഈ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ സിവിൽ സർവീസിന് പോയാൽ ഏതെങ്കിലുമൊക്കെ ഗവൺമെൻറ് ജോലി കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് തവണ ഇറങ്ങിയപ്പോൾ വിത്തൗട്ട് എനി ഫൗണ്ടേഷൻ എനിക്ക് 0 താഴെയാണ് 400 മാർക്കുള്ള പരീക്ഷയിൽ കിട്ടിയിരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. നെഗറ്റീവ് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കിയപ്പോൾ അന്നുണ്ടായ ഒരു സംഗതിയാണ്. പിന്നെ ഞാനത് നിർത്തിയൊക്കെ ആയിരുന്നു. പക്ഷേ പരീക്ഷകൾ വരുമ്പോൾ എക്സാം എഴുതുക, അറ്റൻഡ് ചെയ്യുക, അതൊരു ഹോബിയായിരുന്നു. ഞാൻ സിവിൽ സർവീസ് മാത്രമല്ല, എൻ്റെ PSC പ്രൊഫൈലിൽ പോയപ്പോൾ ഞാൻ കണ്ടത് ഒരു 35 PSC പരീക്ഷയ്ക്കെങ്കിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലൊരു 20-21 പരീക്ഷ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ ജയിച്ചിട്ടില്ല. വേറെ കാര്യം, ഞാൻ SSC പരീക്ഷകൾ ഒരു 15 എണ്ണം ഞാനിങ്ങനെ കൂട്ടി നോക്കിയപ്പോൾ ഉണ്ട്. അതിലൊന്നും ഞാൻ പാസ്സായിട്ടില്ല. ആകെ ഞാൻ പാസ്സായ ഒരു IB എക്സാം ഉണ്ടായിരുന്നു. അതിൽ ഇൻ്റർവ്യൂ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ കാലത്തിന് ശേഷം ഞാനിങ്ങനെ ജോലി കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു. യുവർ ക്യാരക്ടർ ആൻഡ് കണ്ടക്ട് ഡസ് നോട്ട് മാച്ച് വിത്ത് ദിസ് ജോബ് എന്നും പറഞ്ഞിട്ട് ഒരു ലെറ്റർ വന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ആ ലെറ്റർ കയ്യിലുണ്ട്. അപ്പോൾ അത് ഒരു അങ്ങനെ ഉള്ളൊരു ദീർഘമായ ഒരു സ്റ്റോറിയാണ്. പക്ഷേ എല്ലാ വർഷവും ഞാൻ എക്സാം എഴുതുമായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷ വരുമ്പോൾ എക്സാം എഴുതും. ചിലപ്പോഴൊക്കെ പഠിക്കും, ചിലപ്പോൾ പഠിക്കാതിരിക്കും. അപ്പോൾ അതിൻ്റെ റൂട്ടീൻ പ്രോസസ്സിൽ അങ്ങനെ നടന്നൊരു സംഗതിയാണ്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായിരുന്നു എനിക്ക്. ഞാൻ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോൾ അടുത്ത തവണ പരീക്ഷ എഴുതുന്നതിനെ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ തവണ 0 ആണെങ്കിൽ എനിക്ക് അടുത്ത പ്രാവശ്യം 64 മാർക്കാണ് കിട്ടിയത്. അത് പിന്നീട് 84 ആയിട്ടുണ്ട്, 90 ആയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു 5 തവണയാണ് പ്രിലിംസ് പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 6ാമത്തെ തവണ എൻ്റെ മാർക്ക് 105 മാർക്കായിരുന്നു. അപ്പോൾ അന്നത്തെ കട്ട് ഓഫും 105 ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രിലിംസ് പാസ്സായത്. പക്ഷേ മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ ആ വർഷം തന്നെ ഒറ്റ ട്രാക്കിൽ പാസ്സാവാൻ പറ്റിയിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാനുള്ള ഒരു പ്രധാന കാരണം, ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ ഒരു ബയോഡാറ്റ വെച്ചിട്ട് എൻ്റെ ആ UPSC മെമ്പർ എന്നോട് പറഞ്ഞു, മദ്രസയിലാണല്ലേ പഠിച്ചത്, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം എനിക്ക് വെള്ളമൊക്കെ എടുത്തു തന്നു. പിന്നെ നന്നായി അഭിനന്ദിച്ചു. അതിനുശേഷം എന്നോട് ചോദ്യം ചോദിച്ച മൊത്തം മദ്രസ, എന്താണ് ഈ മദ്രസ, പിന്നെ എന്താണ് നിങ്ങളവിടെ പഠിപ്പിക്കുന്നത്, എങ്ങനെ ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റും. അപ്പോൾ അന്ന് മദ്രസയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മദ്രസ ഭീകരവാദികളെ ഉണ്ടാക്കുന്നു, എന്താണ് ഭീകരവാദം, സിറിയയിലേക്ക് കുറേ ആളുകൾ നിങ്ങൾ പോയല്ലോ, താലിബാൻ, ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നത്, ഞാൻ ഈ മദ്രസ ടീച്ചർ എന്നുള്ള ജോബ് അതിലൂടെ വെച്ചതോടുകൂടെ എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു, മദ്രസ ഉണ്ടായാൽ തീവ്രവാദം ചോദിക്കും. തീവ്രവാദം ചോദിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ബന്ധവും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുന്നു, അതിൻ്റെ നിയമങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം ഒരു മിനിമം റിസർച്ച് നമ്മൾ നടത്തി വെച്ചിരുന്നു. പിന്നെ മദ്രസയെക്കുറിച്ച് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അതിൻ്റെ ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ നോക്കി വെച്ചിരുന്നു. അപ്പോൾ അത് എന്താണോ നമ്മൾ പഠിച്ചു വെച്ചത് അത് വളരെ കൃത്യമായിട്ട് അവർ ചോദിച്ചു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് നമ്മൾ മദ്രസയിൽ പഠിച്ചത് കൊണ്ട് വളരെ ഗുണകരമായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിക്കണം. അപ്പോൾ അതൊരു പ്രതിസന്ധിയേക്കാൾ ഉപരി അതൊരു കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ടാണ് ഈ ഘട്ടത്തിലൊക്കെ സഹായിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ
അക്കാഡമിയിലൊക്കെ പഠിക്കുമ്പോഴുള്ള അറബിക് കോളേജിലൊക്കെ നിങ്ങൾക്കറിയാം വളരെ പരിമിതമായ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊക്കെ നമ്മളെ ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ നിലനിർത്താൻ സഹായിച്ചു. ഒരു പരീക്ഷ തോറ്റാൽ അതൊരു പരീക്ഷ മാത്രമാണ്, അതൊരു വലിയ സംഭവമല്ല, നമുക്ക് മറ്റ് ഓപ്ഷനുകളുണ്ട് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ കാണാൻ ശീലിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ അറബിക് കോളേജ് ജീവിതം വളരെ നന്നായി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാത്രമല്ല, ഞാൻ ചന്ദ്രികയിൽ 1.5 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. ഞാനൊരു പ്രവാസ ചന്ദ്രിക മാഗസിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ പൊതുവേ അതിൽ നടക്കാറുള്ളത് ഈ മാസം അവസാനമാകുമ്പോൾ ലേഖനമൊന്നും പലരും തരില്ല. അപ്പോൾ നമ്മൾ തന്നെ ലേഖനം തയ്യാറാക്കേണ്ടി വരും. പിന്നെ നമ്മൾ കുറേ നേതാക്കന്മാരുടെ ലേഖനങ്ങളൊക്കെ തയ്യാറാക്കും. അപ്പോൾ അത് ഡെഡ് ലൈൻ്റെ മുമ്പ് വർക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മളെ റൈറ്റിംഗ് സ്കില്ലിനെ നന്നായി സഹായിച്ചു. വളരെ പെട്ടെന്ന് സിവിൽ സർവീസിലും വളരെ പെട്ടെന്ന് നമ്മൾ എഴുതണം. ആൻസറുകൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വളരെ പെട്ടെന്ന് നമ്മൾ എഴുതി ഫലിപ്പിക്കാൻ പറ്റണം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ എക്സ്പീരിയൻസുകൾ എനിക്ക് അവിടെ അതൊന്നും ഉപകാരപ്പെട്ടില്ലെങ്കിലും സിവിൽ സർവീസിൻ്റെ മേഖലയിലേക്ക് എത്തിയപ്പോൾ വളരെ നന്നായി ഉപകാരപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളെക്കാൾ വലിയ ചോദ്യവും പഠനവും ഉത്തരവും ഇല്ല എന്നുറപ്പുള്ളത് കൊണ്ട് ഏറ്റവും വലിയ പാഠം നിങ്ങൾക്കായി തുറന്നുകൊണ്ട് ഈ സെഷൻ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ഷാഹിദ് സാർ, അദ്ദേഹത്തിന് ട്രെൻഡിൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് മോഡറേറ്റ് ചെയ്ത പ്രിയപ്പെട്ട റാഫി സാർ, രണ്ടുപേർക്കും ട്രെൻഡിൻ്റെ നന്ദി നേർന്നുകൊണ്ട് ഈ സെഷൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി സാർ. താങ്ക് യു. പ്രിയമുള്ളവരെ, ജോബ് കണക്റ്റിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണേ. അവിടെ ഞങ്ങൾ ചെന്ന് നോക്കുന്ന സമയത്ത് വിദേശത്തേക്കുള്ള ആൾക്കാരിൽ മാത്രമാണ് വലിയൊരു ക്യൂ കാണുന്നത്. പാവപ്പെട്ട ഇന്ത്യക്കാരും നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, നേരത്തെ സാറ് പറഞ്ഞതിൽ നിങ്ങൾക്കൊരു വലിയ